ഹലോ 9 മണിയായിട്ടോ. നമ്മൾ എൻ്റെ കുട്ടികളൊക്കെ വന്ന് കുളിച്ച് ചായയും ചോറൊക്കെ കഴിച്ചിട്ടുണ്ടാവും. കിടക്കാൻ പോകുന്ന തിരക്കായിരിക്കും എനിക്കറിയാം. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് പറയേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്ക് പെട്ടെന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ണിയേട്ടൻ വരാനായി, മോൻ വരാനായി, പെട്ടെന്ന് പറയട്ടെ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? എന്തേലും നമ്മളെ അവർ ഡ്രസ്സെല്ലാം എടുത്ത് നമ്മളെ സാബു ശാലിയൊക്കെ ഡ്രസ്സെല്ലാം എടുത്ത് നമ്മൾ കഥയിലേക്ക് പോവാണ് കേട്ടോ. പെട്ടെന്ന് പോവാണ്. നമ്മളെ ഡെക്സബീപ്പിനോട് ഉമ്മയെന്ന് ചോദിച്ചില്ല. കഥയിലേക്ക് പോവാണ്. പിന്നെ ഇടയിൽ വന്നിട്ട് തരും ഉമ്മ. ഡെക്സ് ഒരു ഉമ്മ വരുമോ? വേഗം വന്നിട്ട് തന്നിട്ട് പൊയ്ക്കടാ. വേഗം വന്ന് പൊയ്ക്കോ, അല്ലെ അച്ഛൻ വരൂ. വേഗം വാ, ഉമ്മ തയ്യടാ. മതി, ഇനി പോയി ഉറങ്ങിക്കോ. വാ ഉറങ്ങിക്കോ. അവനതൊരു വിഷമാണ്. ഞാനിവിടെ ഇരുന്നപ്പോൾ തുള്ളിച്ചടിക്കണേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എൻ്റെ മോളെന്തോ അയച്ചിൻ്റെ വീഡിയോ എന്താണെന്നാവോ. അങ്ങനെ ഇവർ വസട്ടെന്നാൽ നമ്മൾക്ക് പോകല്ലേ. ശാലിനെ കല്യാണം കഴിച്ചു കൊടുക്കും ഒപ്പം ഒന്ന് ചോദിച്ചല്ലോ. അത് ചോദിച്ചില്ലേ? അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വസട്ട. അപ്പം അവളെ കെട്ടിച്ച് കൊടുക്കാനുള്ള വല്ല പ്ലാനുണ്ടോ? അല്ലേ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കുകയുള്ളടാ. അവൾക്ക് കുറച്ചും കൂടി ഞങ്ങളെ കൂടെ നിൽക്കണം, അതാ നല്ലത്. അവളെ ചോദിച്ചൊരുത്തെ വസട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. അപ്പോൾ അവന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സാബു ഈ ഫ്രണ്ടല്ലേ? അവൾ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എൻ്റെ അറിവിലില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞ് മാറിയില്ല. അങ്ങനെ അവർ ബില്ലൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിരിക്കണേ. എന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ പറയാം. അങ്ങനെ അവർ അവിടെ തന്നെ കുറച്ചങ്ങോട്ട് നടന്നാൽ മതി. അങ്ങനെ അവർ വലിയൊരു ഹോട്ടലിൽ കയറിയാൽ കയ്യിൽ മുഖം എല്ലാവരും കഴുകി പോയി അവിടെ ഇരിക്കും. അപ്പോൾ വാസേട്ട സാബുവിൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് കേട്ടോ വാസേട്ടൻ പറയും, എടാ സാബു ബില്ല് ഞാൻ കൊടുക്കൂടാ, ഈ പ്രാവശ്യം ഈ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ചിലവൊക്കെ തന്നത്. വാസേട്ട മിണ്ടരുത്, അത് ഞാൻ കൊടുക്കും. നിങ്ങളെ മക്കളൊന്നും കാണാണ്ട് തന്നെ ഞാൻ കൊടുക്കില്ല. എന്നുണ്ടെങ്കിൽ നിങ്ങളെ മോണ്ടല്ലോ വീണു. അയ്യോ പറഞ്ഞു. അയ്യോ എൻ്റെ അമ്മോ, നേരം കെട്ട നേരത്തായി പോയല്ല. എന്നാലും ഒന്നും കൂടി പറഞ്ഞിട്ടേക്കാം. വീണു നിങ്ങളെ ഞാനൊന്ന് പോയി നോക്കട്ടെ. അയ്യോ, ഞാൻ വീഡിയോ എടുത്ത് ലാസ്റ്റ് പകം നോക്കി. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു 2 കൂടി എടുത്തിരിക്കും. അപ്പോൾ പറയും, എടാ ഞാൻ കൊടുത്തോളാം ബില്ലിന്ന് പറയുമ്പോൾ, ബസ്സേട്ടാ നിങ്ങളത് മാത്രം പറയരുത്, നിങ്ങളെ ചെക്കന്മാർ കേൾക്കേണ്ട ഒരു ഭക്ഷണം കഴിക്കാണ്ട് പോകും. ഞാനാ കൊടുക്കണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വീണു ഭക്ഷണം കൂടി കഴിക്കാണ്ട് എണീച്ചു പോകും. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? ഓൻ എന്നോട് പിണക്കാണ് വസട്ട. എത്രയോ കാലമായി. എന്ന് തുടങ്ങി? കുറേ ചെറുപ്പത്തിൽ. അതെന്ത് പ്രശ്നം? അതൊന്നുമില്ല. ഞാൻ അന്ന് ചെറുതാകുമ്പോൾ നിങ്ങളെ മോക്കൊരു വാച്ച് ഉണ്ടാക്കി കൊടുത്തില്ല എന്നെ കൈക്ക്. ഇന്നതിന് ശേഷം ഞങ്ങൾ 2 വലിയ കൂട്ടുകാരിനെയല്ലോ. അന്ന് പിരിഞ്ഞതാണ് ഞങ്ങൾ. പിന്നെ ഓൻ്റെ അടുത്ത് മിണ്ടില്ല, എന്നോട് മിണ്ടാത്തതിനെ കൂടി ഞാനും മിണ്ടില്ല. അങ്ങനെ അത് ഇതുവരെ എത്തി. ആണില്ലേ? എന്തേ അങ്ങനെ? അത് അന്നത്തെ കടി 1.5 വാച്ചായിപ്പോയി സാബു. ഞാൻ അന്നെ വന്ന് കുന്നി പിടിച്ച് തൂക്കണം എന്ന് വിചാരിച്ചാൽ അന്ന് രാത്രി തന്നെ എൻ്റെ ഉഷ എൻ്റെ കാലിൽ വീണിട്ടാണ് ഞാൻ വരാതിരുന്നത്. 2 ദിവസം എൻ്റെ അമ്മയും എല്ലാവരും എന്നെ പേടിപ്പിച്ചിന്, വാസേട്ടൻ പോലീസുകാരെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കും പേടിയേനി. അപ്പം അതെന്തേക്കോ ഓള് മറന്നില്ലടാ. എന്നിട്ട് മറക്കാത്ത അതില്ലേ വാസേട്ട? നിങ്ങൾ ഉഷയിച്ചു വാസേട്ടനൊക്കെ മോളെ ഓരെ ഏൽപ്പിച്ച് പോയതല്ലേ. അപ്പം ഇത്രയും വലിയ കടി കിട്ടിയിട്ട് ഒരു എത്ര പേടിച്ച് വയ്ക്കണം. എന്താ വാസേട്ടൻ വന്നാൽ ഒരുക്കി കേൾക്കും, കുട്ടീനെ നോക്കിയില്ല. അങ്ങനെ നല്ല പേടിയുണ്ടേനി ഓന്. അതിൻ്റെ അതിൽ ഓൻ എന്നോട് പിന്നെ ഒരു വെറുപ്പായി പോയതാണ്. പിന്നെ ശാലിനിൻ്റെ കൂടെ കൂട്ടുകൂടണോ, എൻ്റെ കൂടെ നടക്കണമെന്നും ഇഷ്ടമില്ല. അപ്പോഴൊക്കെ ചീത്ത അറിയുന്നു. പിന്നെ ശാലിനി കേൾക്കാണ്ട് വരുന്നതാണ് എന്ന് പറയും. ആണില്ലേ? പറയും ഈ വാസനക്കൊക്കെ പറയണ്ട. ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ച് വന്ന സാബു ഓരെ വിളിക്കും. പറയും എന്തൊക്കെയാണുള്ളത്? അവർ ഇവിടെ പോത്ത് ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി, പോത്തും ബീഫൊക്കെ ഉണ്ട്. അപ്പോൾ ആട് ബിരിയാണി ഉണ്ട്, പിന്നെ ചോറും കറി, മീൻ വറുത്തതും അങ്ങനെ കണ്ടുണ്ട്, സദ്യ ഉണ്ട്, എല്ലാം ഉണ്ട് കറി. അവർ ഇമ്പൊക്കൊരു ആട് ബിരിയാണി എന്നെ കഴിച്ചാളാ വാസട്ട. എല്ലാവരും കഴിക്കട്ടെ. ബിരിയാണി ഒന്നും അന്നൊന്നും കഴിക്കില്ല കേട്ടോ. ബിരിയാണി ഏതോ കാലമുണ്ട്. അപ്പം എല്ലാവർക്കും ആട് ബിരിയാണി അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും ബിരിയാണി വന്ന് എല്ലാവരും കഴിക്കട്ടെ. അപ്പം അവൻ കഴിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ശാലിനെ നോക്കും. അപ്പോൾ ശാലിനി നല്ല വൃത്തിക്ക് തിന്നുന്നുണ്ട്, തിന്നാത്ത വേണ്ടി തിന്നണോ കാണാം. അപ്പോൾ ഓരോ വിളിച്ചിട്ട് പറയും ഒരു ഹാഫ് ബിരിയാണിയും കൂടി വേണമെന്ന് പറയും. അപ്പോൾ വാസട്ട അങ്ങക്ക് വേണമായിരിക്കും, വേറെ ആയിരിക്കും വേണമായിരിക്കും, അവർക്കാർക്ക് വേണ്ടായിരുന്നേ. അപ്പോൾ ഹാഫ് ബിരിയാണിയും കൂടി 1.5 ബിരിയാണി സാബിന്. അപ്പോൾ അങ്ങോട്ട് തട്ടിയിട്ട് വന്ന് തിന്ന് വയ്ക്കും. അപ്പോൾ വാസട്ട വേണം നോക്കുന്നിട്ട് ചോദിക്കാടാ, ഈ തിന്ന
ആരോഗ്യം തന്നെയാണ് എനിക്കല്ലേ. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക വാസേട്ടാ, അതിനനുസരിച്ച് അധ്വാനിക്കുകയും ചെയ്യും. അധ്വാനിക്കണവന് നല്ല ഭക്ഷണം വേണമെന്നാണ് അറിയാൻ ശരിക്കും. വേ വാരി തിന്നുമ്പോൾ വാസേട്ടൻ പറയും, എടാ മെല്ലെ തിന്നടാ, എന്നെ കൊടുത്തോ ബില്ല്, മെല്ലെ തിന്നാൽ മതി. വാസേട്ടന് മനസ്സിലായില്ലേ ഞാൻ വേഗം തിന്നണ അതാണെന്ന്? എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ അവൻ ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പത്തിന് ചെക്കന്മാരൊക്കെ നീച്ച് കൈ കഴുകാനൊക്കെ പോയിണ്ടാവും ശാലിനിക്ക്. അങ്ങനെ ഇവൻ വാസേട്ട കഴിക്കണുള്ളൂ, ഉഷയുണ്ട്. അപ്പോൾ ഉഷയ്ക്കൊന്നും ഒക്കെ പോകണമെന്നില്ല, വാസേട്ടൻ്റെ അടുത്തേക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഇറച്ചിയൊക്കെ. അപ്പോൾ പിന്നെ ഇവൻ കൈ കഴുകാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പിന്നെ ശാലിനിയും കാർത്തിയും ഇങ്ങോട്ട് വരുന്നുണ്ടാവും കൈ കഴുകിയിട്ട്. അപ്പോൾ എടി ബിരിയാണിയൊക്കെ തിന്നടി. സാബു എന്ത് രസമാണ് ബിരിയാണി, ഒക്കെ തിന്നാ? ഞാനൊക്കെ തിന്ന്, എന്നും ബിരിയാണി കിട്ടിയ എന്നും ഒക്കെ തിന്നോ? അപ്പോൾ അത് ഇവിടുന്ന് കിട്ടുമെന്നു എന്നും കിട്ടാൻ അന്നെ ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്നും മേടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഇപ്പം നിവൃത്തിയൊന്നുമില്ലല്ലോ എന്താ ചിരിച്ചുകൊണ്ട് കയ്യേക്കാൻ പോട്ടോ. അങ്ങനെ കയ്യേക്ക് വന്ന് അപ്പോൾ വേണൊക്കെ കയ്യേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അവൻ്റെ ബാക്കിൽ. അങ്ങനെ കയ്യേക്ക് ഇവൻ്റെ ബാക്കിൽ തന്നെ വരുമ്പോഴത്തേന് ഇവൻ ബില്ല് കൊടുക്കണേ വേണു കാണും. ചെക്കനെ ദേഷ്യം പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അച്ഛാ നിങ്ങൾ തിന്നു കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ട് അതാ എനിക്കിനെ ബില്ല് കൊടുക്കണം, അവനോട് ബില്ല് കൊടുക്കണ്ട അറിയണേ. ഈ എന്നാ പോയി പറഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകില്ല എന്ന് പറയും. അപ്പടി അപ്പം പറയും ഇത് തിന്നാണ്ടപ്പം നീക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തിന്ന് പിന്നെ അവൻ കയ്യാക്കി വരുമ്പോഴത്തേന് ചെക്കൻ പറയും അവൻ കൊടുത്തു കഴിഞ്ഞില്ലേ? അവൻ കൊടുക്കാനെ കൊടുത്തോട്ടെ. അച്ഛാ ആ പൈസ അവന് കൊടുക്കി. ചെക്കൻ പുറത്തേക്ക് കുട്ടിക്കൊണ്ടുപോയിട്ട് പറയും. അപ്പോൾ അവൻ പറയും ഇജ്ജ് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് പറയും എടാ ഓൻ വൈകുന്നേ ഞാൻ വിളിച്ചോനെ. അപ്പം അവൻ പറഞ്ഞു ഇല്ലയെന്ന്. പിന്നെ നിർബന്ധിച്ച് പറഞ്ഞു ഞാൻ എന്നാൽ പിന്നെ ഇന്നത്തെ ചിലവ് എൻ്റെ വകയാണ്, കാരണം ഞാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിന് എല്ലാവർക്കും ഒരു ഭക്ഷണം എൻ്റെ വകയാട്ടോ വാസേട്ടാ, ചായ എല്ലാതും എൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വരുള്ളൂ എന്നാണ്. കണ്ടോ ഓൻ ഇമ്പളെ കൂടെ വരണമെങ്കിൽ അവൻ്റെ ചിലവിൽ ഇമ്പളെ നിൽക്കണം, അങ്ങനെയൊക്കെയാണ് ഓൻ. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല, എനിക്ക് തിന്നണ്ടില്ല ഇനി ചോറ് എന്നൊക്കെ പറയും. എടാ ഈ എന്തിനാണ്ട് ഓനോട് ഇങ്ങനെ കലപ്പൊക്കെ വിചാരിച്ച് നിൽക്കണത്? എന്നോ കാലത്ത് മോളെ കൈക്കൊന്ന് കടിച്ചിച്ച് ഇപ്പോഴും ഈ വൈരാഗ്യം വെച്ച് നടക്കരുതെന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് ആരും പറഞ്ഞു? ആരും പറഞ്ഞല്ല. പിന്നെ എനിക്കറിയാം, അച്ഛൻ അറിയുന്നില്ല, ഇതിപ്പോൾ ആരോ പറഞ്ഞു നിൽക്കണം. അച്ഛൻ്റെ വാലുമിലുണ്ടല്ലോ ചിലപ്പോൾ ഓൻ പറഞ്ഞേ ഓനങ്ങനെയൊക്കെ പറയാം. ഓൻ അങ്ങനെയൊക്കെ പറയുമെന്നാണ് സംശയം. ഇപ്പം എനിക്ക് ഓൻ്റെ സംസാരം കേട്ടി പറയുന്നതാണ് തോന്നണമെന്ന് പറയും. എൻ്റെ മോൻ വന്നിട്ടുണ്ട്. അപ്പടി ഇവൻ അപ്പോൾ പറയും എടാ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്, എന്നോട് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് പോകുന്ന ഒന്നും പറയണ ഫോണ് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇത്തിരി ചാർജ് ആയിട്ട് വേഗം വന്നാൽ ബാക്കിയും കൂടി ഇത്തിരി 10 മിനിറ്റ് പറയാൻ വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ പിന്നെ വാസേട്ട അവനോട് പറയും ഈ വെറുതെ ഓൻ്റെ നേരെ കൽപ്പൊന്നും വെക്കല്ലേ വീണു. പിന്നെ നമ്മളെ വീട്ടിൽ കല്യാണമൊക്കെയാണ്, ഓൻ വരും, ഓൻ്റെ അടുത്ത് ഇങ്ങനെ ദുർമുഖം ഒന്ന് കാട്ടി നിൽക്കരുത്, ഒരു വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ്. ഓൻ ഈ 28-ാം തീയതി വന്ന ഓൻ ഇവിടുന്ന് നമ്മളെ നാട്ടിൻ്റെ സ്ഥലം കാലിയാക്കാൻ പോകുന്ന കുട്ടിയാണ്, ഈ ആ മൈൻഡ് വെച്ച് നിൽക്കണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ ചെക്കന് ഇരിച്ചം വരും. പിന്നെ ചെക്കൻ ഒന്നും മിണ്ടൂല, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അച്ഛനോട് അറിയും ഇനി പോവല്ലേ നമ്മളെ വീട്ടിലേക്ക്? അല്ല പിന്നെ കാർത്തിക നമുക്ക് താലിയൊക്കെ വാങ്ങണ്ടേ, നമുക്ക് ഇന്ന് ഗോൾഡ് എടുക്കണ്ടേ, മോതിരൊക്കെ വാങ്ങണ്ടേ ബാബുവിൻ്റെ അളവിന്. അപ്പോൾ ഇനി ഗോൾഡ് എടുക്കാൻ പോകണ്ടല്ലേ, ഡെക്സ ബേബി നല്ല കിട്ടോ. പിന്നെ അപ്പോൾ പറയണേ ഞാനില്ല കേട്ടോ, ഞാൻ വീട്ടിലേക്ക് പോവാം. ഈ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെന്നല്ലേ അൾമാരിപ്പുറത്തുണ്ട് കടൻ്റെ ചാവി, അത് തുറന്നിട്ട് അവിടെ ഇരുന്നോ, വൈകുന്നേരം നല്ല കച്ചവടം ഉണ്ടാവും വായിച്ച. അപ്പോൾ പിന്നെ ഓൻ പറയും ഇല്ലേ, പിന്നെ ഞാനൊന്നും പോകുന്നില്ല, ഇന്ന് ഞാൻ പീടികയിലൊന്നും നിൽക്കൊന്നുമില്ല, ഒരു ദിവസം ലീവ് കിട്ടിയതാണ് ഇപ്പോൾ എന്നൊക്കെ പറയും. ചെക്ക എന്തോ തറുതാലൊക്കെ പറയും. അങ്ങനെയൊന്നും പറയില്ല, ചെക്കൻ ഈ ദേഷ്യം കൊണ്ടാണ്. അങ്ങനെ അപ്പം തന്നെ ഉണ്ടാവും പിന്നെ സാബു ഇങ്ങോട്ട് വരും. സാബു വരുന്നുണ്ടാ പാടന്നെ ചെക്ക അങ്ങോട്ട് നടക്കും. അപ്പോൾ ബാലൻ വരും. ബാലൻ വന്നിട്ട് പിന്നെ പറയും എന്നാൽ പിന്നെ നമുക്ക് പോവല്ലേ? അപ്പോൾ പറയും ഗോൾഡ് എടുക്കാൻ പോവാണ്ടല്ല പിന്നെ ബാലേട്ടാന്ന് പറയും ചെക്ക. അപ്പോൾ പറയും ബാറ്ററിയിലൊന്നും കേട്ടണുണ്ടോ? പിന്നെ അപ്പോൾ പറയും അത് നിങ്ങളൊക്കെ എടുത്താൽ പോരെ വസട്ടാ, ഞാൻ പോട്ടെ. അപ്പോൾ പറയും ഇതാ വെനു ഇതാ പോവാൻ നിൽക്കണ. അപ്പോൾ പറയും എടാ ടൗണിൽ നല്ല പടം കളിക്കണം, നമുക്ക് അതിന് കയറാറിയും ബാലെ. എന്നാൽ ശരി അച്ഛാ പൈസ ശരിയെന്ന് പറയും. അപ്പം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു, മോന് പൈസ എടുത്ത് കൊടുക്കൂട്ടാ. അപ്പോൾ പിന്നെ നമ്മളെ സാബു ഇങ്ങനെ എടുത്തേക്ക് വരും. എടുത്തേക്ക് വന്നാൽ ഇവൻ പറയും എടാ ഞങ്ങൾ പോവാണ് കേട്ടോ, പിന്നെ ഞങ്ങൾ ടൗണിൽ നല്ലൊരു പടം കളിക്കുന്നുണ്ട്, അതിന് പോവാ, ഈ ഉണ്ടോ നിൽക്കും. ഞാനില്ല, നമുക്ക് ഗോൾഡ് എടുക്കാണ്ട്. ഗോൾഡ് ഒരുക്കല്ലേ? അല്ല എനിക്കും എടുക്കണ്ടേ. അനക്കെന്ത് ഗോൾഡ്? എനിക്കൊരു ചെയിന് വാങ്ങണം. ചെയിനോ? അതൊക്കെ ഇപ്പോൾ എവിടുന്ന് പൈസ? ഞാൻ
നമ്മളെ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ വകയിൽ മാമ കുറച്ച് പൈസ നിൽക്കണം. അത് പിന്നെ വെറുതെ അനാദിയായി പോകണ്ട. അപ്പോൾ ഞാൻ അതിന് പോകണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വാസേട്ടൻ പറഞ്ഞു അവർക്ക് താലിയൊക്കെ എടുക്കണം. അപ്പോൾ ഏതായാലും ഓരോ കൂടി അങ്ങോട്ട് പോവാം. അപ്പോൾ അവൻ പറയും ബാലേട്ടാ വമ്പക്ക് പോവാറുണ്ട് നടന്നുകൊണ്ട് പറയാം. അവിടെ ചെക്കനും പെണ്ണിനും പൊന്നെടുക്കുമ്പോൾ ഓനും പൊന്നെടുത്തോട്ടെ, ഓനും കല്യാണച്ചക്കനാണ് ഇരിക്കും എന്നറിഞ്ഞാണ്ട് വേണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് ബാലൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ബാലനും ചിരിക്കും. അതിന് ഓരോ അങ്ങോട്ട് പോയി. അങ്ങനെ പറയും. പിന്നെ ഇവരെല്ലാവരും കൂടി പിന്നെ ഒരു 5-6 സ്റ്റോപ്പ് ഉണ്ടാവും ഒരു അവിടേക്ക് പിന്നെ ഗോൾഡ് കടയിലേക്ക് പോകാൻ. അപ്പോൾ ഒരു ബസ് കയറി അങ്ങനെ അവിടെ ഇറങ്ങി. പിന്നെ അപ്പോൾ ഏട്ടനൊക്കെ വേണേട്ടനൊക്കെ എന്താ പോയി? വേണൊക്കെ പോയി. അപ്പോൾ ബാബുവിനോട് പറഞ്ഞു ഉഷയ്ക്ക്. അപ്പോൾ ബാബു പറയും എന്നോട് ബാലൻ പറഞ്ഞിട്ടാണ് പിന്നെ ഫിലിമിനാണെന്ന് അറിഞ്ഞില്ലേ, ഞാൻ പോട്ടടാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഓൻ്റെ അടുത്തുനിന്ന് പോകുന്നതാണെന്ന് പറയും. വേണു പോകണമെനിക്ക് അറിയാം. ഒരു ഫിലിമിന് കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി. പിന്നെ ഒരു പോയിക്കോട്ടെ അവർക്ക് വെറുത്തുണ്ടാവും അതായിക്കാന്ന് അറിയും ബാലൻ. അങ്ങനെ ഇവനെൻ്റെ അമ്മ അച്ഛാ കൂടിയാണ്. അപ്പോൾ ഓൻ കൂടിയതേ ഓന് ചെയിന് വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾക്ക് വാങ്ങണ്ടുണ്ട്, ഗോൾഡ് വാങ്ങണ്ടുണ്ട്. അപ്പോൾ സാബുവിനോട് അറിയടാ എൻ്റെ ഒന്നും പിന്നെ ഞങ്ങളൊന്നും ഒരേ ദിശയിലേക്കാണ് പോകണം, എന്തേ ഞങ്ങൾക്കും ഇവർക്ക് താലിമാലയൊക്കെ വാങ്ങാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും വാസേട്ടൻ. അങ്ങനെ സാബുവിന് ചെയിൻ വാങ്ങാൻ പോണത് നമ്മളെ ശാലിനി അറിയില്ല കേട്ടോ. അങ്ങനെ കടയിലെത്തിയാൽ ഇവർ താലി ചെയിനൊക്കെ നോക്കുമ്പോൾ ശാലിനിയൊക്കെ നോക്കും. അങ്ങനെ അറിയാലെ പോലത്തെ അങ്ങനത്തെ ലോക്കറ്റ് കേക്ക് ഇട്ടുണ്ടാവുക. അങ്ങനെ പിന്നെ ഓം എഴുതിയിട്ട് അപ്പം ചെയിനൊരു 3 പവൻ്റെ താലിയും പിന്നെ അരപ്പവൻ്റെ മോതിരമൊക്കെ ബാബുവിൻ്റെ ഇതിന് കണക്കാക്കിയെടുക്കും. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തു മക്കൾക്ക് പാകമായത് നോക്കി എടുത്തോളി എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ നോക്കിയെടുത്ത് നിൽക്കുമ്പോൾ ഉണ്ടാവും സാബു ഇങ്ങനെ ചെയിൻ നോക്കി വയ്ക്കും. അപ്പോൾ വസട്ടൻ ചോദിക്കടാ എൻ്റെ നോക്കിയൊന്ന്. അപ്പോൾ ശാലിനി ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും എന്ത് അറിയാം ഇവനൊരു ചെയിൻ എടുക്കുമ്പോൾ സാബുവിനോ സാബു ഈ ചെയിൻ വാങ്ങാൻ പോവാ. അപ്പം പറയാം എന്തേ എവിടെ നിന്നാ പൈസ? വാസേട്ടൻ തന്ന് വാസേട്ടനോട് പറഞ്ഞൊരു ചെയിൻ വാങ്ങിക്കോളെ ചിരിക്കും. അപ്പോൾ വാസേട്ടനും ചിരിക്കും കേട്ടോ. ഒന്ന് പോ സാബു എവിടുന്ന്? അപ്പം പറയാം എടി മാമേ തന്നതാണ്ടി. മാമ അന്ന് സ്ഥലം വാങ്ങാൻ തന്നില്ലേ പിന്നെ തന്നോ? എടി ഞാൻ പിരിഞ്ഞില്ല അവിടുന്ന്. അപ്പോൾ മാമൻ എന്നെ കൊണ്ട് കുറേ പൈസ ഉണ്ടാക്കിക്കുന്നു മാമൻ. അപ്പം മാമനൊരു നേൽക്കുത്ത് വേണ്ട വിചാരിച്ച കുറച്ച് പൈസ എനിക്ക് തന്നതാണ്ടി. ഈ പോക്ക് ചെലവിനുള്ള പൈസ കൈമൽ വെച്ചോ, ഇത് എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞ് തന്നതാ. എനിക്ക് പോക്ക് ചിലവൊക്കെ സലീം എടുക്കുന്നുണ്ട്, പിന്നെ എനിക്കൊന്നും വേണ്ട. പിന്നെ കുറേ അധികം പൈസ ഉണ്ട്. അപ്പം പിന്നെ ചെയിന് വാങ്ങി അവിടെ വെക്കാമെന്ന് വിചാരിച്ചെന്ന് പറയും. എൻ്റെ എനിക്ക് ചെയിൻ ഇട്ടൂടെ? സാബിന് എല്ലാം ഭംഗിയുണ്ടാവും ചെയിൻ ഇട്ടാലെന്ന് പറയാം. എൻ്റെ ചെയിൻ ഇങ്ങനെ നോക്കി വയ്ക്കിട്ട്. അപ്പം വലിയ മാല നോക്കുമ്പോൾ പറയും വലുത്തൊന്നും വേണ്ട സാബു, ഇവിടെ കിടക്കണം. എന്തിനാ അവിടെ കിടക്കണേ? അപ്പോൾ ഉഷയുണ്ടാവും വാസേട്ടനും ഉണ്ടാവും ഇരുത്തിട്ടോ. കാർത്തിക അവിടെ അവർക്ക് നല്ല ഇത് കിട്ടിയിട്ടോ ഇവരെ വയ്യ അതിനെ കൊണ്ട്. അപ്പം എന്തിനാ അവിടെ അവിടെ അതില്ലേ ഈ 2 കുടുക്ക വെച്ചിട്ടാ ചെയിൻ ഇങ്ങനെ കാണുന്ന സാബു. അപ്പം നല്ല ഭംഗിക്ക് എല്ലാവരും കാണുന്നു. അപ്പം പറയാം എന്തിനാ എല്ലാവരും കാണുന്നേ? എല്ലാവരും കണ്ട അതിൻ്റെ അവകാശപ്പെട്ട ആളുകൾ ഷർട്ടിൻ്റെ കുടുക്കയക്കുമ്പോൾ കണ്ടോ. അപ്പോൾ വാസേട്ടല്ലേ ഉഷനെ നോക്കും. ഉഷയ്ക്കാണെങ്കിൽ ചിരിക്കണോ കരയണോ എന്നുള്ളൊരു അവസ്ഥയില്ല ഇപ്പോൾ കേട്ടോ. അങ്ങനെ അവകാശപ്പെട്ട ആൾ മോളാണല്ലോ, അതുകൊണ്ടാണ് നോക്കും ചിരിക്കണോ കരയണോ എന്നുള്ളതിൽ നിൽക്കണത്. അപ്പോൾ ഇവളറിയാം ഒന്ന് ഈ സാബുനൊന്നും പറഞ്ഞു കേൾക്കില്ല. പറയാം മിണ്ടാണ്ടിരിക്കടി എന്ന് വലിയ ചെയിനെ നോക്കും. അങ്ങനെ 4 പവലെടുത്തൊരു അവളറിയടാ എന്തിനാ വേണ്ട 4 പവനൊക്കെ എടുക്കണം. അവർ അവിടെ നിന്നോട്ടടി 4 പവൻ വലിയ ചെയിൻ. പറയാം അല്ലെങ്കിൽ പണ്ടേ ആരും പറഞ്ഞു കേൾക്കില്ല. എൻ്റെ ഒരു തീരുമാനം എന്താ അതല്ലേ നടത്തുള്ളൂ. അങ്ങനെയല്ലേ വാസേട്ട വേണ്ട. ആണുങ്ങളൊരു തീരുമാനം തീരുമാനിച്ചാൽ അതിൽ നിൽക്കണം പെണ്ണുങ്ങളില്ല വാസേട്ട. അങ്ങനത്തെ പെണ്ണുങ്ങളാണ് മുമ്പൊക്കെ പറ്റിയത് നമ്മളെ ഉഷേച്ചിനെ പോലത്തെ എന്ന് പറയും. അപ്പോൾ വാസേട്ട ഉഷേനെ നോക്കും. എന്നിട്ട് ചിരിക്കന്നെ മനുഷ്യനെ ഇവൻ്റെ അയാൾക്കൊരു എൻജോയ്മെൻറ്റും ഉണ്ടായില്ല. എപ്പോഴും പടാപ്പാട് ഓട്ടവും പാച്ചിലൊക്കെ ആയിട്ട്. പിന്നെ ശാലിൻ്റെ കുറേ കുഞ്ഞി വിശേഷങ്ങളിലൊക്കെ വസട്ടം ചിരിക്കലും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നൊരു ദിവസം ലീവ് എടുത്തത് നന്നായി എന്ന് തോന്നുകയാണ്. നല്ല എനർജി കിട്ടി വസട്ടിന് ഈ സാബുവിൻ്റെ കൂടിയായ കാരണം. അപ്പോൾ പറയും പിന്നെ വലിയ ചെരുന്ന നോക്കുമ്പോൾ പിള്ളേർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കത്തിനെ പറയും എടി ഒന്നും മിണ്ടല്ലേ. അപ്പോൾ അങ്ങനെ 4 പാൻ്റെ ചെയിൻ വസട്ട ഇതെങ്ങനെ അപ്പോൾ ഇത്ര വലിയ ചെയിനൊക്കെ എന്തിനാണ്ട് എടുക്കണേ? ഈ പോകല്ലേ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യോ? ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്കോ? എന്തേ എൻ്റെ അമ്മയ്ക്ക് കൊടുത്താലേ? അമ്മയ്ക്കല്ലേടാ ഈ ചെയിനും മാളയൊക്കെ വാങ്ങിക്കൊടുത്തേ. ആയിക്കോട്ടെ വാസേട്ടാ അവളെ ശ്രദ്ധിക്കണം കേട്ടോ.
ഇവള് കല്യാണം കഴിച്ച് പോയ അവളെ അമ്മായിമനെ ഒന്നും നോക്കൂല, ഇവള് തന്നെ പോറ്റിയാണെന്ന് പറയും. അപ്പോൾ വസേട്ടൻ പറയും ഓളോളെ കാര്യം നോക്കുന്ന ആളാണെന്ന് പറയും. അപ്പോൾ പറയും ഞാൻ ഈ വലിയ ചെയിന് വാങ്ങണം എന്താ അറിയാം വസേട്ടാ, പെട്ടെന്ന് എങ്ങാനോ വസേട്ടനോട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട പെണ്ണെ നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലോന്ന്, അങ്ങനെ വല്ല പ്രത്യക്ഷപ്പെടലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാല അതിനൊരു ലോക്കറ്റ് വാങ്ങിയാൽ പോരെ, അതുകൊണ്ട് സേവ് ചെയ്ത് വെക്കന്നെ. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ഓന 4 പവൻ്റെ ചെയിന് വാങ്ങി ഹാപ്പിയായി. അങ്ങനെ കുറേ വസേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ സാബുവിൻ്റെ കൂടെയുള്ള യാത്രകളൊക്കെ. അങ്ങനെ തിരിച്ച് വരികയാണ്. അപ്പോൾ പിന്നെ ഇവളറിയും അത് പെട്ടിയിൽ വെച്ച് പൂട്ടൊന്നും വേണ്ട സാബു, അടുത്ത് കഴുത്തിലിട്ടാറേ അറിയേ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒന്ന് കാട്ടട്ടെ എന്നിട്ട് ഞാൻ കഴുത്തിലിട്ടാണ്. അപ്പോൾ പറയും നമ്മളത് കാണാൻ പറ്റില്ല, അതൊന്നും കൂടി തിരിയുന്ന ഇറങ്ങിയിട്ട് മേടിച്ചിങ്ങാണ്ട് അതങ്ങോട്ട് കഴുത്തിലിട്ട് എങ്ങനെയടി പുറത്തേക്കിട്ട് കാണിച്ചു കൊടുക്കും. ഭംഗിയുണ്ടോ? ചെയിൻ അങ്ങോട്ട് ഇങ്ങനെ വലിക്കും, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പറയും ഇപ്പോൾ കാണുന്നില്ലേ വേണം അങ്ങനെയും ആക്കിയിടാം. ഈ എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെയാ ചട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഒന്നും ഇട്ടില്ലല്ലോ എന്ന് അറിയുള്ളൂ. അങ്ങനെ പെട്ടിയിലിട്ട് പിന്നെ പോക്കറ്റിലിട്ടപ്പോൾ വാസേട്ടൻ പറയും സാബുവോ അത് നല്ലോണം വെക്കിട്ടോ, ഇനി വസന്നൊന്നും അടിച്ചോണ്ട് എൻ്റെ കൈമ നാരങ്ങ അടിച്ചോണ്ട് പോവാ വാസേട്ട, എൻ്റെ കൈമ കിട്ടിയ സാധനം ആരും അടിച്ചോണ്ട് പോല, അത് എൻ്റെ കൈമ തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് ഷാലിനി നോക്കും ഉച്ചനി നോക്കും. അപ്പോൾ ഉച്ചയ്ക്ക് മനസ്സിലാവും അത് ഇവളെ കൊണ്ടാണ് പറഞ്ഞതെന്ന്. എന്താ വെച്ചാൽ മോളെ അവൻ്റെ കൈമ കിട്ടിക്കണല്ലോ, ഇനി ആരും അടിച്ചോണ്ട് പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. വാസേട്ടനൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അവർ ബസ് കയറി തിരിച്ചിങ്ങനെ പോരും. അപ്പോൾ ശാലിനിക്ക് സങ്കടമാവട്ടോ. ശാലിനി എനിക്ക് ഇന്ന് ഫുള്ള് സാബുവിനെ കിട്ടി, അച്ഛൻ്റെ കൂടെ കേട്ടാൽ നല്ല ഹാപ്പി. ഇനി എന്നാണാവോ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചും കൊണ്ട് ഒരു ബസ് ഇറങ്ങി അങ്ങനെ നടന്നിങ്ങനെ വരിക കേട്ടോ. അപ്പോൾ സാബുവിൻ്റെ കയ്യിൽ കവറൊക്കെ ഉണ്ട് കേട്ടോ, വാങ്ങിയ കവറൊക്കെ ഉണ്ട്. പിന്നെ ഗോൾഡിൻ്റെ കവറുണ്ട്, ഗോൾഡ് പിന്നെ അവൻ പോക്കറ്റിലിട്ട് കേട്ടോ, പെട്ടിയിലിട്ടിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ കേട്ടോ. ടാറ്റാ. ഇനി നാളെ പറയണ്ടേ, നാളെ പറയില്ല കേട്ടോ. നാളെ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ നഗക്കോട്ടൻ്റെ പണിക്ക് ആൾക്കാരുണ്ട്, കല്ലിടലാണ്, സ്വർണ്ണമൊക്കെ വെച്ചിട്ടാണ് കല്ലൊക്കെ ഇടുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എൻ്റെ നാത്തുമാരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഓരൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ വീട്ടു വിശേഷമായിട്ട് ഇടും, അല്ലാണ്ട് കഥയും ഒന്നും പറയാൻ കഴിയില്ല. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പറയട്ടെ. ലവ് യു ഉമ്മ, ഗുഡ് നൈറ്റ്. എൻ്റെ മക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്കും അതുപോലെ ഉണ്ടാവണേന്ന് എൻ്റെ മക്കളും എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുള്ള ശുഭപ്രതീക്ഷയോടെ ശുഭരാത്രി നടത്തുന്നുണ്ട്. നല്ല സ്വപ്നങ്ങൾ കാണുക, നല്ല ഉറക്കം നിങ്ങൾക്കുണ്ടാവട്ടെ, നല്ല ശുഭനിദ്ര. ഗുഡ് നൈറ്റ്. എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതല്ല. ബായ്.